നിങ്ങൾ ജില്ല കൂട്ടിയിട്ട് ഒന്ന് കമന്റ് ചെയ്യുക, ഓക്കെ, ഷെയർ ചെയ്യുക. പുതുപുത്തൻ ഹോണ്ട ആക്റ്റീവ ബൈക്ക്. അത് ഏത് ജില്ലയിൽ നിന്നോ അല്ലേ? അതെ, 16 വരുന്നത് 70,000 രൂപയാണ് പുതിയ റേറ്റ് വരുന്നത്. നമ്മൾ നോക്കണം 58. 70 വരുന്ന പ്രൈസ് 77. ഓക്കെ, അവനൊക്കെ ശരിക്കും മാർക്കറ്റിൽ ഇപ്പൊ കിട്ടാനല്ല, നല്ല ഡിമാൻഡാണ്. ഓക്കെ. അത് പ്രോ ആണ്. ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കി പ്രോ അടിച്ചു നോക്കി, പ്രോ വേരിയന്റ് ഇപ്പൊ സ്റ്റോക്ക് ഇല്ല. 135 പുതിയ വരുന്ന റേറ്റ്. മൊബിക്കോൺ റേറ്റ് 113. S25 പുതിയ പ്രൈസ് വരുന്നത് 78,000 രൂപ. 25 വിൽക്കുന്നത് 56,900. 25 അൾട്ര ഉണ്ട്. പുതിയ റേറ്റ് വരുന്നത് 1,20,000. നമ്മൾ കൊടുക്കുന്ന റേറ്റ് 86,000. ഫ്രഷ് ഫോണുകളൊക്കെ മാർക്കറ്റിൽ ഇറങ്ങുന്ന അന്ന് തന്നെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് സെക്കൻഡ് ആക്കി കൊടുക്കുന്നതാണ് നമ്മളെ മൊബിക്കോ. കാരണം നമ്മൾ 20 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ, മൊബൈൽ ഫീൽഡിലുണ്ട്. കഴിഞ്ഞ 5 വർഷമായി നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് കച്ചവടം ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലായിട്ടാണ് നമ്മൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പിക്സലിന്റെ ഫോൾഡ് എന്ന് പറയും. ഈ ഫോണുകൾ ഇന്ന് കാണണമെങ്കിൽ നിങ്ങൾ കൊടുവള്ളി മൊബിക്കോയിൽ തന്നെ വരണം. ഇത്രയും അല്ലേ? അതായത് ഗൂഗിളിന്റെ ഫോണുകൾ നോക്കുകയാണെങ്കിൽ എവിടേക്ക് നോക്കി ഈ മുകളിൽ നിരത്തി വെച്ചൊക്കെ ഗൂഗിളിന്റെ ഫോണുകളാണ്. ഇനി കൗണ്ടർ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കാണുന്നതൊക്കെ ഗൂഗിളിന്റെ ഫോണുകളല്ലേ? ഇവിടെ ബോക്സ് പീസുകൾ കാണുന്നുണ്ട്. ഏതാണ്ട് 200 പീസിന്റെ മുകളിൽ ഇപ്പൊ നമ്മളടുത്ത് പിക്സലിന്റെ ഫോണുകളുണ്ട്. കാരണം പിക്സലിന്റെ ഫോൺ പറഞ്ഞാൽ പിക്സൽ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് ധൈര്യത്തിൽ അപ്ഡേറ്റ് ചെയ്യുക. ഗൂഗിളിന്റെ ഫോൺ തന്നെ ആയതുകൊണ്ട് അപ്ഡേഷൻ സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഫോണുകൾക്ക് ഉണ്ടാവില്ല. മാർക്കറ്റിൽ അവർക്ക് അപ്ഡേഷൻ വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് കിട്ടുക ഗൂഗിളിന്റെ ഫോണുകൾക്കായിരിക്കും. പിന്നെ നമുക്ക് കോളിങ് ചെയ്യുന്ന സമയത്ത് SRS വാല്യൂ ഒക്കെ ഭയങ്കര റെഡിയാണ്. ഹീറ്റിംഗ് ശരിക്കും നമ്മൾ കൂടുതൽ ടൈം സംസാരിക്കുമ്പോൾ ഉള്ള ഹീറ്റിംഗ് കാര്യങ്ങൾ ഒരു പ്രശ്നമില്ല. ബിൽഡ് ക്വാളിറ്റി ജപ്പാന് കൊറിയാണ് ഇതിൻ്റെ ബിൽഡ് വരുന്നത്. അത് അത്രയും ക്വാളിറ്റി ഉണ്ടാവും. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങാത്തതിൻ്റെ മെയിൻ കാരണം ഫ്രഷ് ഒക്കെ ഭയങ്കര പ്രൈസാണ് വരിക. ഒക്കെ 80,000 90,000. ഇനി ഫോൾഡൊക്കെ ആണെങ്കിൽ ലക്ഷത്തിൻ്റെ മുകളിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് കൂടുതൽ വരാത്തത്. ഇപ്പോൾ ഏതായാലും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ മോഡലും ഇന്ത്യയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ 5 വർഷത്തിൻ്റെ മുകളിലായി പിക്സൽ ഫോണുകൾ കൂട്ടിയിട്ട് വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇന്ന് എവിടെയെങ്കിലും കാണാത്തൊരു മോഡലാണ് പിക്സലിന്റെ ഫോൾഡ് തന്നെ ഈ ഒരു മോഡൽ. ഇതാണ് പിക്സലിന്റെ ഫോൾഡ് ഫോൺ. 1,80,000 രൂപയാണ് ഇതിന്റെ പുതിയ പ്രൈസ് വരുന്നത്. മൊബിക്കോയിൽ ജസ്റ്റ് യൂസ്ഡ് കാറ്റഗറിയിൽ വന്ന് 6 മാസത്തെ വാറണ്ടി നമ്മൾ കൊടുക്കുന്ന റേറ്റ് വെറും 57,000 രൂപ. 1,25,000 രൂപ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഫോൾഡിന്റെ ഈ ഒരു ഫോൺ. ഇത് മുമ്പേയൊക്കെ നമ്മളെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. പെട്ടെന്ന് സ്റ്റോക്ക് വരും. 1-2 ദിവസം മാത്രമേ ഇത് സ്റ്റോക്ക് നിൽക്കും. ഈ ഫോൺ മാത്രമാണ് നിങ്ങൾ വരുന്നതെങ്കിൽ സ്റ്റോക്ക് കൺഫേം ചെയ്തിട്ടേ വരാവും. ഇപ്പോൾ ഒരു 10-15 പീസോടെ ഉണ്ട്. പക്ഷേങ്കിൽ ഇത് പെട്ടെന്ന് തീരും. ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ ക്യാമറ ഒന്ന് കാണിച്ചു തരാം. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ വീഡിയോ റെക്കോർഡിങ്. കൈ എങ്ങനെ എനിക്ക് കഴിഞ്ഞാലും സ്റ്റെബിലിറ്റി അല്ലേ? അതെ, ഒക്കെ ക്ലാരിറ്റി ആക്കി ഇതിൻ്റെ വീഡിയോ. ജസ്റ്റ് ഒന്ന് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ എടുത്ത വീഡിയോ ആണ്. എന്ത് ക്ലാരിറ്റി ആണെന്നറിയോ? സാധാരണ ഫോൾഡ് ഫോണിന് വീഡിയോ റെക്കോർഡിങ് ക്യാമറ ക്ലാരിറ്റിയും വളരെ കുറവായിരിക്കും. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പ്രീമിയം ഫോണും അതേപോലെ തന്നെ ഏറ്റവും നല്ല ക്യാമറയുള്ള ഒരു ഫോണാണ് പിക്സലിൻ്റെ ഈ ഫോൾഡ്. 100% വിശ്വസിച്ചെടുക്കാൻ പറ്റും. അത്രയും ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. തന്നെയല്ല ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഇതിൻ്റെ പ്രൈസ് വെറും 57,000 രൂപയ്ക്കാണ് 12 GB റാമും 256 GB സ്റ്റോറേജുള്ള ഈ ഒരു ഫോൾഡ് ഫോൺ നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്നത്. 12 GB റാമും 512 GB സ്റ്റോറേജുള്ളുണ്ട്. അതിന് വരുന്ന പ്രൈസ് 67 രൂപ. ഇതിനൊക്കെ ഫിനാൻസ് വേണമെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ ഫിനാൻസ് EMI ഉണ്ട് ചെയ്തുതരും. ഇനി പിക്സലിൻ്റെ കുറച്ച് മോഡൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. പിക്സലിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് പിക്സൽ 6. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സമയത്ത് 60,000 രൂപയായിരുന്നു ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 5G ഫോണാണ്. നല്ല അടിപൊളി ക്യാമറ ഉണ്ട്. പിക്സലിൻ്റെ ഫോണുകളുടെ ക്യാമറ ഞാൻ പറയേണ്ട ആവശ്യമില്ല. നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഐഫോണിനെക്കാട്ടും ക്യാമറ ക്ലാരിറ്റി ഉള്ള ഫോണായിരിക്കും പിക്സലിൻ്റെ ഫോണുകൾ. അതെ, അപ്പോൾ വലിയ പൈസ കൊടുത്ത് ഐഫോൺ വാങ്ങിക്കാൻ ക്യാഷ് ഇല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യുക, ഗൂഗിൾ പിക്സലിൻ്റെ ഫോണുകൾ ധൈര്യത്തിൽ എടുക്കാം. നല്ല സൗണ്ട് ക്ലാരിറ്റി, നല്ല പെർഫോമൻസ് ആയിരിക്കും. ഇതിന് എന്ത് കളിച്ചാൽ ഈ ഫോൺ ഹാങ് ആവില്ല. 60,000 രൂപയ്ക്ക് ഇറങ്ങിയ ഈ പിക്സൽ 6 നമ്മൾ 6 മാസത്തെ വാറണ്ടിയിൽ മൊബിക്കോയിൽ കൊടുക്കുന്ന പ്രൈസ് വെറും 15,500. ഇനി നമ്മൾ പിക്സലിൻ്റെ 6 എടുക്കുകയാണെങ്കിൽ 6ഉം 70,000 രൂപയ്ക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത മോഡലാണ്. നമ്മളെ പ്രൈസ് വരുന്നത് വെറും 19,000 രൂപ. ഇതൊന്നും ആരും സിം ഇട്ട് ഉപയോഗിച്ചതല്ല. നോൺ ആക്റ്റീവ് പീസ് കമ്പനിയിൽ സിം ഇടാതെ ഉപയോഗിക്കാതെ വരുന്ന ഫോണുകളാണ് കേട്ടോ. 90,000 രൂപയ്ക്ക് ഇന്ത്യയിൽ ഇറങ്ങിയ മോഡലാണ്. നല്ല അടിപൊളി ലെൻസൊക്കെ വരുന്ന, സൂമിങ് ലെൻസൊക്കെ വരുന്ന ക്യാമറ ഫോണാണ് പിക്സലിൻ്റെ 6 Pro. ഇത് 90 രൂപയ്ക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത മോഡലാണ്. നമ്മൾ കൊടുക്കുന്ന റേറ്റ് വെറും 26,000 രൂപ. ഇത്രയും പ്രൈസ് കുറച്ചിട്ടാണ് ഈ മോഡലൊക്കെ നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത്. ഇനി പിക്സലിൻ്റെ 7 ഉണ്ട്. 7 ഇതുപോലെ 65,000 രൂപ ആ റേഞ്ചിൽ ഇറങ്ങിയ മോഡലാണ്. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് വെറും 22,000 രൂപയ്ക്ക് നോൺ ആക്റ്റീവ് ആണ്. ഇനി 7A ഉണ്ട്.
19,000 രൂപയ്ക്ക് പിക്സൽ 7 ഉണ്ട്. ഇനി 90 രൂപയ്ക്ക് വന്ന പിക്സൽ 7 പ്രോ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് വെറും 32,000 രൂപ. ഇതൊന്നും സ്റ്റിക്കർ പോലും പൊളിച്ചിട്ടുണ്ടാവില്ല, ഫ്രഷ് പീസ്. ഇതിനൊക്കെ വാറണ്ടി ആവശ്യമുണ്ടെങ്കിൽ 6 മാസം വാറണ്ടിയിൽ നമ്മൾ കൊടുക്കുന്നത്. ഫിനാൻസ് ഉണ്ടെങ്കിൽ ഫിനാൻസും കൊടുക്കും. ഇനി ഇപ്പം മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കണേ, നിങ്ങൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാം, പിക്സൽ 8 പ്രോ 90,000 രൂപയ്ക്ക് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ മോഡൽ ഫോണ് പിക്സൽ 8 പ്രോ. നല്ല അടിപൊളി ക്യാമറ വരുന്ന ഫോണാണ് കേട്ടോ. ഇതിന് വരുന്ന പ്രൈസ് നമ്മൾ വെക്കുന്ന റേറ്റ് 40,000 രൂപ. പകുതിയിലും താഴെയായിട്ടാണ് പിക്സലിൻ്റെ ഫോണുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിക്സലിന്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇഷ്ടം പോലെ. പിക്സൽ 6 മുതൽ പിക്സൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ പിക്സൽ 10 പ്രോ വരെയുള്ള എല്ലാ മോഡലും നമ്മുടെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അത് എല്ലാ GB-യിലും ഏതൊക്കെ കളർ വേണോ ആ കളർ സ്റ്റോക്ക്, പ്രോ സീരീസും ഉണ്ട്, എല്ലാ സീരീസും ഉണ്ട്. ഇനി പിക്സലിന്റെ 9 പ്രോ XL നൈസ് കളർ അല്ലേ, അടിപൊളി കളറാണ്. ഇതിന്റെ ഒക്കെ എന്തായാലും നോൺ ആക്റ്റീവ് എന്നൊക്കെയാണെങ്കിൽ ഫ്രഷ് എങ്ങനെ അത് തന്നെ 1,20,000 രൂപയാണ് ഇതിന്റെ പുതിയ റേറ്റ്. നമ്മൾ കൊടുക്കുന്നത് 72,000 രൂപക്ക്, 50,000 രൂപ കുറച്ചിട്ട്. ഇനി അതുപോലെ തന്നെ പിക്സൽ 9 പ്രോയിലേക്ക് നോക്കുകയാണെങ്കിൽ 16 GB 512 GB സ്റ്റോറേജ് വരുന്ന പിക്സൽ 9 പ്രോ നെറ്റ് നോക്കിയാൽ കാണാം. ഫ്ലിപ്കാർട്ട് ആമസോൺ ഒക്കെ ചെയ്ത് കാണാം. 1,10,000 പുതിയ റേറ്റ് വരുന്നത്. നമ്മുടെ മൊബൈൽ റേറ്റ് 63,000 രൂപ. 63,000 രൂപ. ഏതാണ്ട് പകുതി പൈസക്കാണ് ഈ പിക്സലിന്റെ ഫോണുകളൊക്കെ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഞാൻ പറയും, ഇത്ര കൂടുതൽ ക്വാണ്ടിറ്റി ഗൂഗിൾ പിക്സലിന്റെ ഫോണുകൾ കാണണമെങ്കിൽ മൊബിക്കോയിൽ തന്നെ വരണല്ലേ, കൊടുവള്ളി മൊബിക്കോയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ പിക്സലിന്റെ ഇത്രയും കൂടുതൽ കളക്ഷൻ ഒരുമിച്ച് കാണാൻ കഴിയും. അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ 5 വർഷത്തോളം ഇതിങ്ങനെ ക്വാണ്ടിറ്റി വെച്ചിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതിന്റെ ക്വാളിറ്റിയും ഇതിന്റെ നമ്മളെ പ്രൈസും ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇഷ്ടം പോലെ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഈ ഫോണൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്നിനും കൂടുതൽ മൊബിക്കോൾക്ക് വരാൻ അസൗകര്യമുള്ള ആളുകൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് നമ്മൾ സൗജന്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിക്സൽ തന്നെ ഇതിൻ്റെ ബോക്സ് പീസുകൾ വേണമെങ്കിൽ പിക്സൽ 9 ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ 10 പ്രോ വരെ ബോക്സ് പീസ് ആണെങ്കിൽ അതുണ്ട് കേട്ടോ. ഒക്കെ പിക്സലിൻ്റെ ബോക്സ് പീസ് കളക്ഷൻസ് ആണ്. ഇനി ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ വിവോൻ്റെ എക്സ് സീരീസ് ഉണ്ട്. ഏറ്റവും വിവോൻ്റെ പ്രീമിയം ഫോണാണ് വിവോൻ്റെ എക്സ് സീരീസ്. അതിൽ X200 FE 16 GB 512 സ്റ്റോറേജ് ഉണ്ട്. ഇതൊക്കെ പുതിയത് 60,000 രൂപയാണ്. ഇപ്പോൾ റേറ്റുകൾ എവിടെ വേണമെങ്കിലും അന്വേഷിക്കുക, ഓൺലൈനായിട്ടും അന്വേഷിക്കുക, ഓഫ്ലൈനായിട്ടും അന്വേഷിക്കുക. എന്നിട്ട് മൊബിക്കോൻ്റെ പ്രൈസ് നോക്കുക. നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം ഇവിടേക്ക് വന്ന് പർച്ചേസ് ചെയ്താൽ മതി. അതായത് 60,000 രൂപയുടെ ഈ ഒരു പുതിയ ഫോണ് നമ്മൾ കൊടുക്കുന്നത് 50,900-ന്. ഏതാണ്ട് 10,000 രൂപ കുറച്ചിട്ടാണ് ബോക്സ് പീസ് കൊടുക്കുന്നത്. ഫ്രഷ് ബോക്സ് പീസ് ജസ്റ്റ് സീൽഡ് കട്ട് ചെയ്ത് നമ്മളിവിടെ സെക്കൻഡ് ആക്കി 1 വർഷത്തെ വാറണ്ടിയോട് കൂടിയിട്ട്. ഇനി അതല്ല, ഇതിൻ്റെ X200 FE തന്നെ ഉണ്ട്. 12 GB റാമും 256 GB സ്റ്റോറേജും. പുതിയത് വരുന്നത് 55,000 രൂപയാണ്. നമ്മുടെ റേറ്റ് 45,900. ഇതിനും 10,000 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇനി X200 പ്രോ എന്ന് പറഞ്ഞ മോഡൽ പ്രോ സീരീസ് ഏറ്റവും നല്ല ക്യാമറയാണ് പ്രോ സീരീസ്. 95,000 രൂപയാണ് പുതിയ റേറ്റ് വരുന്നത്. നമ്മൾ കൊടുക്കുന്ന റേറ്റ് 75,000 രൂപ. 20,000 രൂപ റേറ്റ് കുറച്ചിട്ടാണ്. വന്ന സമയത്ത് കണ്ടില്ല, 2 കസ്റ്റമർ വയനാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ബില്ല് ചെയ്ത് ലാസ്റ്റ് 10 മണിയായ സമയത്ത്. അപ്പോൾ ഇതൊക്കെ ഇത്രയും ലോങ്ങിൽ ആളുകൾ വന്ന് പർച്ചേസ് ചെയ്യാനുള്ള കാരണം നമ്മളെ പ്രൈസ് തന്നെ 20,000 രൂപ കുറച്ചിട്ട് കിട്ടുകയാണെങ്കിൽ കസ്റ്റമർക്ക് എവിടുന്ന് വന്ന് വാങ്ങിച്ചൂടെ. തന്നെയല്ല, ഇവിടെ വന്നിട്ട് ഓരോ പർച്ചേസിന്റെ കൂടി നമ്മൾ ഷുവർ ആയിട്ടുള്ള 3 ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് പോവാം. അതെ, അപ്പോൾ ഈ 3 സീരീസും ഉണ്ട്. ഇതൊക്കെ 10,000 20,000 രൂപ കുറച്ചിട്ടാണ് എക്സ് സീരീസ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്നത്. ഇനി വിവോന്റെ ഈ കാണുന്ന ഈ കൂട്ടിയിട്ടൊക്കെ ഏതാ മോഡൽ എന്നറിയോ? വിവോന്റെ V സീരീസ്, V50, V50e, V60, V40, V60e ഇങ്ങനത്തെ പറഞ്ഞ ഏറ്റവും പുതിയ മോഡൽ വിവോന്റെ ബോക്സ് പീസുകളൊക്കെ ജസ്റ്റ് സാധനങ്ങളായിരുന്നു അല്ലേ. ഇങ്ങനെയാണ് കട്ട് ചെയ്യാത്ത പീസ്. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് സെക്കൻഡ് ആക്കി കൊടുത്തോണ്ടിരിക്കുന്നത്. 1 ഇയർ വാറണ്ടി, 1 വർഷത്തെ വാറണ്ടി. ഞാൻ പറഞ്ഞ വിവോന്റെ V60 പുതിയ പ്രൈസ് 8 GB 128 വരുന്ന റേറ്റ് 36,000 രൂപയാണ്. നമ്മൾ കൊടുക്കുന്ന റേറ്റ് 29,900. 7,000 രൂപ വ്യത്യാസം, 6,000 സംതിങ്, 7,000 അതെ വ്യത്യാസത്തിലാണ് ഈ വിവോന്റെ ഒക്കെ പുതിയ മോഡൽ. ഇതൊക്കെ നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഓഫർ റേറ്റ് കാത്തിക്കുന്നുണ്ട്. ഇത് ബേസ് മോഡൽ ഫോണിന്റെ അടുത്ത് വരെ നമ്മൾ 6,000 രൂപ 7,000 രൂപ കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ V60 തന്നെ ഇതിന്റെ 8 GB റാമും 256 GB സ്റ്റോറേജും. പുതിയ റേറ്റ് വരുന്നത് 38,000 രൂപയാണ്.
നമ്മൾ കൊടുക്കുന്ന റേറ്റ് 32,500. 6000 മുകളിൽ വ്യത്യാസം. അതേപോലെ തന്നെ ഇതിൻ്റെ 16 GB റാമും 512 GB സ്റ്റോറേജുള്ള ഫോണുണ്ട്. പുതിയ വരുന്നത് 46,000. നമ്മുടെ റേറ്റ് 38,000. 8,000 രൂപ കുറച്ചിട്ടാണ് ഫ്രഷ് ഫോണ് കൊടുത്തോണ്ടിരിക്കുന്നത്. കൈ നിറയെ സമ്മാനങ്ങളായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ വിവോൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ V60e 6500 mAh ബാറ്ററിയും വരുന്നുണ്ട്. അതേപോലെ തന്നെ 200 മെഗാ ക്യാമറയിൽ അടിപൊളി ഫോണ്. 8GB 256 ആണെങ്കിൽ പുതിയ റേറ്റ് വരുന്നത് 33 മൊബിക്കോണിൻ്റെ റേറ്റ് 28,000. 5,000 വ്യത്യാസം. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ 12 GB റാമും 256 GB സ്റ്റോറേജും 35,000 പുതിയ റേറ്റ്. നമ്മുടെ റേറ്റ് 29,900. ഇനി വലിയ മോഡലാണ് 10,000 20,000 ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ബേസ് മോഡലിന്റെ മോഡൽ തന്നെ 5,000 6,000 8,000 വരെ വ്യത്യാസത്തിലാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഫ്രഷ് പീസുകൾ. ഇനി യൂസ്ഡ് പീസിൽ വന്നിട്ടൊക്കെ ഇതൊക്കെ ചെറിയ മോഡൽ ഫോണുകളൊക്കെ കമ്പനി വാറണ്ടി ഇല്ലാത്തതിനൊക്കെ 6 മാസത്തെ വാറണ്ടിയാണ് മൊബിക്കോൾ വാറണ്ടി കൊടുക്കുക. ഇനി നമ്മുടെ യൂസ്ഡ് തന്നെ ആണെങ്കിലും ജസ്റ്റ് കാണും. ഇതൊക്കെ നോട്ട് 10 ലൈറ്റ് നല്ല പഴയ മോഡൽ ഫോണാട്ടോ. എങ്കിൽ നമ്മളെ ഫോണിന്റെ നീറ്റ് കണ്ടാൽ മനസ്സിലാവും ഫ്രഷ് എങ്ങനെ ഉണ്ടോ അതേപോലെ ആ കണ്ടീഷനിലെ സെക്കൻഡ് ഫോണുകളുണ്ട്. അല്ലാണ്ട് സ്ക്രാച്ചോ പിന്നെ റീപ്ലേസോ പൊട്ടി സ്ക്രാച്ച് ഉണ്ടെങ്കിൽ നമ്മുടെ സെയിൽ ചെയ്യൂല. 100% നീറ്റ് ഫ്രഷ് ഏത് കണ്ടീഷനാണോ ആ കണ്ടീഷനിലെ ഫോൺസ് മാത്രമേ നമ്മൾ 6 മാസത്തെ വാറണ്ടിയിൽ ഇവിടെ സെയിൽ ചെയ്യുന്നുള്ളൂ. ഇനി റിയൽമിന്റെ ഫോണുകളൊക്കെ അവിടെ ഒരുപാട് കൂട്ടിയിട്ടേക്കണം. റിയൽമി ഒക്കെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽസ് ഉണ്ട്. ഇതൊക്കെ പൊട്ടിച്ചിട്ട് 6,000 8,000 രൂപ വരെ കുറച്ചിട്ടാണ് മോഡൽസ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റിയൽമി ഉണ്ട്, അടുത്ത ഓപ്പോ അല്ലേ. ഇനി ഓപ്പോന്റെ ഒരുപാട് മോഡൽ കിടക്കുന്ന ഇങ്ങനെ കൂട്ടിയിട്ട് വെച്ചാൽ നമ്മള് ഇതൊക്കെ അതേപോലെ തന്നെ F31 Pro Plus പുതിയ റേറ്റ് വരുന്നത് 31 റേറ്റ് വരുന്നത്. നമ്മളിത് 24,500 കൊടുക്കും. 7,000 രൂപ വ്യത്യാസത്തിലല്ലേ F31 Pro Plus. അപ്പോൾ തന്നെ ഇതിന്റെ 12 GB 256 വരുന്നുണ്ട്. 35,000 പുതിയ റേറ്റ് വരുന്നത്. നമ്മുടെ റേറ്റ് 30,000 രൂപ. അപ്പോൾ എല്ലാ മോഡലും ഒക്കെ തന്നെ 5,000 6,000 7,000 നേരത്തെ നമ്മുടെ OnePlus സാധനങ്ങൾ ഇപ്പൊ നിങ്ങൾ വന്നതിന് ശേഷം ഇപ്പൊ വന്ന സ്റ്റോക്ക് ലേറ്റസ്റ്റ് മോഡൽ സ്റ്റോക്ക്. ഇത് OnePlus Nord 3 പുതിയ റേറ്റ് വരുന്നത് 16 GB റാമും വരുന്നുണ്ട്, 256 GB സ്റ്റോറേജും വരുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള പ്രൊസസറൊക്കെ സ്ലിം ഫോൺ. ഇതിന്റെ ക്യാമറ ഉണ്ടല്ലേ നല്ല ക്ലാരിറ്റി ആയിരിക്കും ഇതിന്റെ ക്യാമറ. അതുപോലെ സെൽഫി ക്യാമറ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റി ഉള്ള സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇതിന്റെ റാമാണ് 16 GB റാം 256 GB സ്റ്റോറേജ്. 35,000 രൂപയാണ് പുതിയ റേറ്റ് വരുന്നത്. നമ്മൾ 6 മാസത്തെ വാറണ്ടിയിൽ നോൺ ആക്റ്റീവ് പീസ് യൂസ് ചെയ്യാത്ത ഫ്രഷ് ഫോണാണ്. നോൺ ആക്റ്റീവ് പീസ് കൊടുക്കുന്നത് വെറും 18,000 രൂപക്ക്. പകുതി പൈസക്ക് 16 GB റാമും 256 സ്റ്റോറേജ് ഉള്ള ഇതൊക്കെ കിട്ടണമെങ്കിൽ ടോട്ടലി മൊബിക്കോക്ക് തന്നെ വരേണ്ടി വരും. വേറെ സ്റ്റോക്ക് ഇതൊന്നും അങ്ങനെ ഇത്ര ക്വാണ്ടിറ്റി ഏതാണ്ട് ഒരു 20 പീസ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അതൊക്കെ ആവശ്യമുള്ളത് പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിലെത്തിച്ചു. എന്താ വിവോന്റെ ഒക്കെ വൈ സീരീസ് 23 രൂപയ്ക്ക് കമ്പനി ഇറക്കിയ മോഡലാണ്. ആരും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. കണ്ടില്ല, സ്റ്റിക്കർ പോലും പൊളിക്കാത്ത ബോക്സ് പീസ് തന്നെ പറയാൻ നോക്കല്ലേ. ഫ്രഷ് എല്ലാം ഉണ്ട് ഫ്രഷ്. സ്റ്റിക്കർ 14 രൂപ 14,000 രൂപയ്ക്ക്. 14,000 സാധാരണക്കാരന് ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ഫോൺ വേണമെങ്കിൽ നേരെ മൊബിക്കോൾക്ക് വന്നിട്ടാണെങ്കിൽ 14,000 രൂപക്ക് നല്ല അടിപൊളി മേടിക്കുകയും ചെയ്യാം. കഴിഞ്ഞ സമ്മാനങ്ങൾ വേറെ. ഇനി റെനോ 8 ഒക്കെ പുതിയത് 35,000 രൂപയ്ക്ക് വന്ന മോഡലാണ്. സ്റ്റിക്കറൊന്നും പൊളിച്ചിട്ടുണ്ടല്ലോ, പുതിയ ഫോൺ തന്നെ. ചാർജറൊക്കെ അതിൽ അപ്പോൾ തന്നെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫോൺ എന്ന് പറയുന്നത്. 35,000 രൂപയ്ക്ക് റെനോ 8 മാർക്കറ്റിൽ ഇറങ്ങിയത്. നമ്മൾ കൊടുക്കുന്ന റേറ്റ് എത്ര അറിയോ? 15,000 രൂപ. 15,000 രൂപ റെനോ 8 ഒരു പ്രീമിയം ഫോൺ വേണ്ടിയവർക്ക് ചെറിയ ബഡ്ജറ്റ് പ്രൈസിന് എന്ത് ചെയ്യാം. ഇതിനും ഫിനാൻസ് ആണ്, അതും കൊടുക്കാം, കൊടുക്കാൻ പറ്റും. അതുപോലെ 33,000 രൂപയാണ് വിവോന്റെ V25 മാർക്കറ്റിൽ ഇറങ്ങിയത്. ജസ്റ്റ് കാണിച്ചു തരാം. ഫോണിന്റെ കണ്ടീഷൻ നമുക്ക് നോക്കണം അല്ലേ. ഫോണിന്റെ കണ്ടീഷൻ, ആ ചാർജറിന്റെ കണ്ടീഷൻ, അഡാപ്റ്റർ എല്ലാം ചെക്ക് ചെയ്യാം. ഒക്കെ ഒന്നും തൊട്ടിട്ടുണ്ടല്ലോ, ഒക്കെ അതിനുള്ള ഫ്രഷ് പോലെ. ഇതൊക്കെ നമുക്ക് ഫ്രഷ് പീസ് എന്ന് പറഞ്ഞാൽ പോലും ആരായാലും വിശ്വസിക്കും അല്ലേ. അതെ, നമ്മൾ കൊടുക്കുന്ന റേറ്റ് V25 32,000 രൂപയ്ക്ക് അറിയാം. V25 ഇപ്പൊ കൊടുക്കുന്ന പ്രൈസ് 14,500. 14,500 രൂപ. 20,000 അടുപ്പിച്ച് വ്യത്യാസമൊക്കെ വ്യത്യാസത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ കൗണ്ടറിലേക്ക് ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ അടുത്ത ഇവിടെ കുറെ സാധനങ്ങൾ നമ്മൾ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടേക്ക് വെച്ചത്. റിയൽമിയുടെ Pro Plus. ഇനി സാംസങ്ങിന്റെ ഫോൺ നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ സാംസങ്ങിന്റെ ഒക്കെ പ്രൈസ് നിൽക്കണം. നല്ല അടിപൊളി പ്രൈസിലാണ് നമ്മൾ സാംസങ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ.
സാംസങ്ങിൻ്റെ A55 എന്നാണ് മോഡൽ ഫസ്റ്റ് കണ്ടത്. A56 42,000 രൂപയാണ് പുതിയ റേറ്റ് വരുന്നത്. സീൽഡ് പൊട്ടിച്ചില്ല, ഫ്രഷ് ഫോണ്. സാംസങ്ങിൻ്റെ A56 8GB റാം 256GB സ്റ്റോറേജ് 32 രൂപ. 10,000 രൂപ കുറച്ച് വ്യത്യാസം. ഒന്നും പൊട്ടിച്ചിട്ടില്ല, വന്ന് അവരുടെ മുമ്പിൽ പൊട്ടിച്ചിട്ടുണ്ട്. കസ്റ്റമർ കാർഡിന് പൊട്ടിച്ചു. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ A36 ഉണ്ട്. പുതിയത് വരുന്നത് 34,000 രൂപ. നമ്മൾ കൊടുക്കുന്നത് 27,000. 7,000 രൂപ വ്യത്യാസം. 36 ഒക്കെ അതിൽ റേറ്റ് കുറവാണെങ്കിൽ അതുള്ളത് കിട്ടും. 26,500 നമ്മൾ കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇതൊക്കെ പുതിയ തന്നെ ബോക്സ് അവർക്ക് അത് വന്ന് പൊട്ടിച്ച് കൊടുക്കും. അവരുടെ കൺമുന്നിൽ വെച്ച് നമുക്ക് പൊട്ടിച്ച് അതായത് ഇതൊക്കെ എടുക്കുന്ന ആളുകൾ പറഞ്ഞില്ല 10,000 രൂപന്റെ വ്യത്യാസത്തിലാണ് ഫ്രഷ് ഫോൺ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ സാംസങ്ങിന്റെ S സീരീസിലേക്ക് നോക്കുകയാണെങ്കിൽ S സീരീസ് S25 പുതിയ പ്രൈസ് വരുന്നത് 78,000 രൂപ. നിങ്ങൾ ഫ്ലിപ്കാർട്ട് ആമസോൺ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയോളി. 78,000 രൂപയാണ് പുതിയ റേറ്റ് വരുന്നത്. S25 മൊബൈലിൻ്റെ റേറ്റ് എത്ര അറിയാം? S24 പുതിയ റേറ്റ് 60,000 രൂപയാണ് മാർക്കറ്റ് സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വെക്കുന്നത് S25 വെക്കുന്നത് 56,900. 24 റേറ്റ് കുറച്ചിട്ട് മൊബൈൽ വന്നിക്കുകയാണെങ്കിൽ S25 എടുത്തിട്ട് പോകും. S25 അൾട്ര ഉണ്ട്. ഇതൊക്കെ 2 മാസം ആക്ടിവേഷൻ ആയ വീസാണ്. പുതിയ റേറ്റ് വരുന്നത് 1,20,000 രൂപ. നമ്മൾ കൊടുക്കുന്ന റേറ്റ് 86,000. 40,000 മുകളിൽ S24 അൾട്രക്ക് പുതിയ 90 രൂപയുണ്ട്. അതിനായിട്ട് S25 അൾട്ര കൊടുക്കുന്നത്. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ കേരളത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളുകൾ വണ്ടി വിളിച്ചു വന്നാലും മുതലാ ധൈര്യത്തിൽ കാറ് വിളിച്ചു വന്നോളി, നിങ്ങൾക്ക് മുതലാവും. കാരണം ഇനി നോക്കുകയാണെങ്കിൽ S25 ഒരുപാട് പീസുണ്ട്. S23, 24 ഇങ്ങനെ പിടിച്ചിട്ട് എല്ലാ മോഡൽ സീരീസും ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇനി ഇവിടേക്ക് പോകുന്ന റെനോ സീരീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ റെനോ 14 Pro ഒരുപാട് പീസ് സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ പുതിയ റേറ്റ് വരുന്നത് 52,000 രൂപ. നമ്മൾ കൊടുക്കുന്നത് 43,000. 9,000 രൂപ കുറച്ചിട്ട് ഇതൊക്കെ കൊണ്ടുപോകാം. ഇനി പോലെ റിയൽമിൻ്റെ GT സീരീസ് GT7, 77 Pro എന്നൊക്കെ പറഞ്ഞ മോഡലുകൾ ഇതൊക്കെ പുതിയ 10,000 രൂപ കുറച്ചിട്ട് കൊടുക്കാൻ പോകുന്നത്. എന്താ ഇന്ത്യൻ മാർക്കറ്റ് കാണാത്ത സാധനം കാണിച്ചത് ഞാൻ. ഷവോമിൻ്റെ 15S Pro എന്ന് പറഞ്ഞ മോഡൽ ഇന്ത്യയിൽ ഒരു ഷോപ്പിലും ഇല്ല. അടുത്ത മാസം ഇന്ത്യയിൽ ചിലപ്പോൾ ലോഞ്ചിങ് കമ്പനി ആലോചിക്കുന്ന മോഡലായിരിക്കും. ഇതൊക്കെ പുറത്ത് വന്ന പീസാണ്. 16GB റാമും 512GB സ്റ്റോറേജും വരുന്ന ഈ ഒരു ഫോൺ നമ്മൾ കൊടുക്കുന്നത്. പുതിയതിന് 1,25 റേറ്റ് വരുന്നത്. നമ്മൾ കൊടുക്കുന്നത് 65,000 രൂപ. 65,000. ഇതൊക്കെ കാണണമെങ്കിൽ കൊടുക്കുള്ളൂ മൊബൈൽ തന്നെ വരണം. ഒരു മാസം കഴിഞ്ഞ് ലോഞ്ച് ആകാൻ പോകുന്ന ആലോചിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഷവോമിൻ്റെ 15 അൾട്ര ക്യാമറ ഒക്കെ ഏറ്റവും സൂമിങ് അടിപൊളി ക്യാമറ ഫോണാണ്. 1,20,000 രൂപയാണ് പുതിയ റേറ്റ് വരുന്നത്. നമ്മളെ റേറ്റ് വന്ന് 78,000. അത്രയും പ്രൈസ് കുറച്ചിട്ടാണ് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഇനി 15 ഉണ്ട്, ഷവോമി CV ഒക്കെ ഉണ്ട്. ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഓപ്പോന്റെ K13 ടർബോ എന്ന് പറഞ്ഞ മോഡൽ ഗെയിം സീരീസ് ആണ്. അത് ഗെയിമിങ്ങിന് ഫാനൊക്കെ സൈഡിലും ബാക്കിലൊക്കെ ഫോൺ ഹീറ്റ് ആവാൻ വേണ്ടി ഫാന് ഫിറ്റ് ചെയ്ത് വരുന്ന മോഡലാണ്. അതെ, ഗെയിമേഴ്സിന് വേണ്ടി മാത്രം ഉദ്ദേശിച്ചിറക്കിയല്ലേ. 40,000 രൂപയാണ് പുതിയ റേറ്റ്. നമ്മൾ റേറ്റ് 33,000 രൂപ. 7,000 രൂപ കുറച്ചിട്ട് ബോക്സ് പീസ് ഫ്രഷ്. പിന്നെ നമ്മൾ ഐഫോൺ കുറച്ചൊക്കെ ഇവിടെ റെനോ സീരീസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് മോഡൽസ് ഓപ്പോലും വിവോലും IQ Neo എല്ലാം കിടക്കുന്നുണ്ട്. ഏത് ബ്രാൻഡ് ആയാലും നമുക്ക്. ഇനി ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ പ്രീമിയം ഫോണിൽ ഒരുപാട് ഇവിടെയും കിടക്കുന്നുണ്ട്. ഫോൾഡും ഫ്ലിപ്പൊക്കെ ആയിട്ട് മടുക്കുന്ന ഫോണുകളൊക്കെ 90 രൂപയാണ് പുതിയ റേറ്റ്. നമ്മുടെ റേറ്റ് 45 രൂപ. അതെ, ഞാൻ നേരത്തെ കാണിച്ചെന്ന് ഇതാണ് 1,25,000 ഷവോമിൻ്റെ 15 അൾട്ര ക്യാമറ അല്ലേ. 4 കിലോമീറ്റർ വരെയൊക്കെ ചുറ്റളവുകളിൽ നമുക്ക് സൂം ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയും ക്യാമറ കാറ്റുള്ള ഫോണാണ്. 78 രൂപ. ഇനി ഒരുപാട് മോഡൽ നമ്മൾ കണ്ട്. നിങ്ങൾ ഇതുവരെ എവിടെയും കാണാത്തൊരു മോഡൽ ഇങ്ങനെ ബോക്സ് കണ്ടിട്ടുണ്ടോ? ഇതുപോലെ കണ്ടിട്ടില്ല. ഇത് 4 ദിവസമായിട്ടുള്ളൂ ഇറങ്ങിയിട്ട്. ഓപ്പോന്റെ ഫൈൻഡ് X9 സീരീസ്. ഈ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ. അല്ല, ഇത് മാർക്കറ്റിൽ ഇറങ്ങിയ സമയത്ത് പ്രീ ബുക്ക് ചെയ്ത് 100 പേർക്ക് കമ്പനി ഇങ്ങനെ കൊടുത്ത ഓഫറിൽ കൊടുത്തൊരു ബോക്സ് പീസ് ആയിട്ട്. നിങ്ങൾ മറ്റുള്ള കടകളിലൊന്നും പോയിക്കുകയാണെങ്കിൽ അത് കിട്ടൂല, ഈ ഒരു ഇതിൽ കാണാൻ പറ്റില്ല. ഇതിന്റെ പുതിയ പ്രൈസ് വരുന്നത് 75,000 രൂപയാണ്. ഇതിന്റെ കൂടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ? ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു അടിപൊളി പൗച്ച് കമ്പനി കൊടുക്കുന്നുണ്ട്, ഒരു ബഡും കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനം ഇത് ഒറ്റ പീസേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ. ഇത് 75,000 രൂപന്റെ ഇയർഫോൺ നമ്മൾ കൊടുക്കുന്നത് 59,900. ലോഞ്ച് ചെയ്ത സാധനമാണ് ഇത്രയും വില. 3 ദിവസം ഇതൊക്കെ പ്രീ ബുക്ക് ഉള്ള സാധനമാണ്. ഇവിടേക്ക് വന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 59,900. പല കടകളിൽ ഇതുവരെ വന്നിട്ട് പോലും കാണത്തില്ല. ഉണ്ടാവില്ല. അത്രയും പ്രൈസ് കുറച്ചിട്ടാണ് നമ്മൾ ഇവിടെ 16,000 രൂപ വില കുറച്ചിട്ടാണ് ലോഞ്ച് ചെയ്ത ഫോൺ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാ പറഞ്ഞത്, നിങ്ങൾക്ക് വെറൈറ്റികള് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാത്തതും കിട്ടാത്തതായിട്ടുള്ള ഒരുപാട് മോഡൽസ് ഫോണുകൾ നിങ്ങൾ കൊടുവള്ളി മൊബൈൽ വന്നിട്ടാണെങ്കിൽ കാണാൻ കഴിയും. നിങ്ങൾ ചെറിയ ബഡ്ജറ്റിന്റെ ഫോൺ നോക്കുന്ന ആളുകളാണോ? T-Mobile ജപ്പാൻ എഡിഷൻ ആണ്.
ഇന്ത്യൻ മാർക്കറ്റ് കാണാത്ത മോഡലാണ്. ഇന്ത്യൻ പ്രൈസ് ഏതാണ്ട് ഒരു 25,000 റേഞ്ചിൽ പുതിയ റേറ്റ് വരും. നമ്മൾ കൊടുക്കുന്ന വെറും 9,000 റുപ്യക്ക് 5G ഫോൺ. 5G ഫോൺ ഒരു 9,000 രൂപ. ടി മൊബൈൽ ജപ്പാന്റെ സാധനമല്ലേ? അതെ. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ആരും കാണാത്ത അടുത്തൊരു മോഡലാണ് TCL. TCLന്റെ ലാപ്ടോപ്പും ടി വി ഒക്കെ എല്ലാം കണ്ടിട്ടുണ്ട്. ഇതും ജപ്പാൻ എഡിഷൻ ആണ്. ഇത് ഇന്ത്യൻ പ്രൈസ് ഒരു 30 റേഞ്ചിൽ വരുന്നുണ്ട്. 4 ക്യാമറയൊക്കെ വരുന്ന അടിപൊളി മോഡൽ ഫോണാണ്. 6GB റാമും 128GB സ്റ്റോറേജും 5G വരുന്നുണ്ട്. ഓക്കെ. വരുന്ന റേറ്റ് വെറും 10 രൂപ. 10 രൂപയ്ക്ക് ഒരു സാധനം, ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള സാധനം 10 രൂപയ്ക്കല്ലേ? ഇങ്ങനത്തെ വെറൈറ്റികളൊക്കെ ആ ഇന്ത്യൻ മാർക്കറ്റിൽ കാണാത്ത ഒരുപാട് മോഡൽ ഫോണൊക്കെ കാണണമെങ്കിൽ കൂടുതൽ മൊബൈൽ കോൾ വരേണ്ടി വരും. ഇനി ഇന്ത്യൻ മാർക്കറ്റിലൊന്നും കാണാത്ത ഒരു പുതിയൊരു കുഞ്ഞൻ ഫോണാണ് പരിചയപ്പെടുത്തരാ. ഇതാണ് ബാൽമുഡ എന്ന് പറഞ്ഞത്. ബാൽമുഡ അങ്ങ് കടൽ കിടന്ന് ജപ്പാനിൽ വന്ന മോഡലാണ്. ഇതിന്റെ ക്യാമറ ക്ലാരിറ്റി ഞാൻ ഇപ്പൊ കാണിച്ചു തന്നില്ലേ, ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് അങ്ങനെ മനസ്സിലാവും. ഞാൻ പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അൾട്രാ സീരീസിനാണ് നമ്മൾ ക്യാമറ ക്ലാരിറ്റി പറയുന്നത്. സാംസങ്ങിന്റെ S25 അൾട്രനായിട്ടും, അതായത് 1,40,000 രൂപ വരുന്ന S25 അൾട്രനായിട്ടും ക്യാമറ ക്ലാരിറ്റി ഈ ഒരു കുഞ്ഞൻ ഫോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുമോ? ഒരിക്കലും കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ വിശ്വസിച്ചില്ലേ? കണ്ടു കഴിഞ്ഞപ്പോഴാണ് വിശ്വസിച്ചത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇത് സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ നിലവിൽ വിറ്റുകൊണ്ടിരിക്കുന്ന മോഡലാണ്. ഒരുപാട് ക്വാണ്ടിറ്റി ഞാൻ വിറ്റ മോഡലാണ്. ഇപ്പൊ നിലവിലാണ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. എത്രയാണ് വില? 10,500. 10,500. അതെ. സാധാരണക്കാരന് വേണ്ടിയിട്ട് ഒരു S25 അൾട്ര ലക്ഷക്കണക്കിനൊന്നും മുടക്കി വാങ്ങാൻ ക്യാഷ് ഇല്ലാത്ത ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ടച്ച് ഫോൺ, ആൻഡ്രോയിഡ് എല്ലാം ഓക്കെ 10,500 നമുക്ക് ഈ ഒരു കുഞ്ഞൻ ഫോൺ കൊടുക്കാൻ പറ്റും. ക്യാമറ അടിപൊളി ക്യാമറ. അപ്പൊ ഒരുപാട് ബോക്സ് പീസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അതിന് ശേഷം കൗണ്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ സോണിന്റെ ഒക്കെ ഫോൺ ഉണ്ട് കേട്ടോ. എക്സ്പീരിയൻസ് സീരീസ് 5 Mark 4 എന്ന് പറഞ്ഞാൽ സോണിന്റെ ഫോൺ ഉണ്ട്. ഇതൊക്കെ പുതിയ 90 റുപ്യക്ക് വന്ന ഫോണാണ്. നമ്മൾ കൊടുക്കുന്ന റേറ്റ് വെറും 18,000 രൂപ. അതുപോലെ ഓപ്പോയിലും വിവോയിലും ഒക്കെ ഇതൊക്കെ കമ്പനി വാറന്റി ഇല്ലാത്ത ഫോണാണെങ്കിൽ 6 മാസത്തെ വാറന്റിയിലാണ് നമ്മൾ ഷോപ്പിന്റെ വാറന്റി കൊടുത്തോണ്ടിരിക്കുന്നത്. ഇനി സാംസങ്ങിന്റെ S സീരീസ് ഇവിടെ നോക്കുകയാണെങ്കിൽ S23, 24, 25 എന്ന് പറഞ്ഞിട്ട് സാംസങ്ങിന്റെ എല്ലാ ഫോണും ഇവിടെ ഈ കൗണ്ടറിലും കിടക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ നിങ്ങൾ ഇവിടെ മൊബൈക്കോലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഏതൊരു സാധാരണക്കാരനും ചെറിയ ഫോൺ മുതൽ ഏറ്റവും പ്രീമിയം ഫോണുകൾ വരെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ബോക്സ് പീസുകളാണ് അങ്ങനെ. ഇനി വാറണ്ടി ബാക്കിയില്ലെങ്കിൽ 6 മാസത്തെ വാറണ്ടിയിൽ തരും. ഫിനാൻസ് വേണ്ടിയ ആളുകൾക്ക് നമ്മൾ ഫിനാൻസ് ചെയ്തു തരും. അപ്പോൾ താഴെ നമ്മൾ ഒരുപാട് ആൻഡ്രോയിഡ് ഫോണിന്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇനി മുകളിലോട്ട് കയറി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഉള്ളത് ലാപ്ടോപ്പ്, അതേപോലെ മാക്ബുക്കുകൾ, പിന്നെ ടാബുകൾ, ഐഫോൺസ്, ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മൾ മുകളിൽ കാണുന്നത്. ഈ ഒരു സെക്ഷൻ ഫുൾ അതിനാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മളിപ്പോൾ വിറ്റുകൊടുക്കുന്ന സാധനമാണ് ബൈജൂസ് ടാബ്. ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബൈജൂസ് ഇറക്കിയിരുന്ന ഒരു ടാബായിരുന്നു. അവർ മാർക്കറ്റിൽ 30,000 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ഒരു ടാബാണ് ബൈജൂസിൻ്റെ ഒരു ടാബ്. നല്ല ക്വാളിറ്റി ഉള്ള, നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള, അപ്പോൾ 2 സ്പീക്കർ വരുന്ന നല്ല അടിപൊളി സാധനമാണ് ബൈജൂസിൻ്റെ ഒരു ടാബ്. ഇതിൻ്റെ പ്രൈസ് 30,000 രൂപയാണ്. നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വെറും 5,900. ഏറ്റവും ലോക്കൽ ടാബ് വരെ ചൈനൻ ടാബ് കിട്ടണമെങ്കിൽ 5-6 രൂപ കൊടുക്കണം. ഇത് അത്രയും ക്വാളിറ്റി ഉള്ള ടാബിൽ നമ്മൾ കൊടുക്കുന്നത് വെറും 5,900. അതേപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളുടെ ആവശ്യമാണ് ഇതിന് കീബോർഡ്, മൗസ് ഒക്കെ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്കിതൊരു മിനി ലാപ്ടോപ്പ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും. പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെ എന്തായാലും ഫോണിൻ്റെ ഒരു ഉപയോഗം ഇല്ലാതെ അവർക്ക് പഠനാവശ്യം നടക്കില്ല. അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യുക, പക്ഷേ ഫോൺ കൈവിട്ട് കൊടുത്തിരിക്കുകയാണെങ്കിൽ അവർ പല രീതിയിലും അത് മിസ്യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടാബ് കൊടുത്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അവരെ കണ്ണിനും കുഴപ്പമുണ്ടാവില്ല. ടേബിൾ മേൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ച് ഗ്യാപ്പിന് ഇരുന്നിട്ട് കാണുകയും ചെയ്യുക, നല്ല സൗണ്ടിൽ കേൾക്കുകയും ചെയ്യുക. അപ്പോൾ പഠനാവശ്യത്തിന് കുട്ടികൾക്ക് ഉപയോഗിക്കുക. അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ അപ്പോൾ അധ്യാപകർ കുട്ടിയെ ക്ലാസ് കേൾപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ഈ ടാബ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഹോട്ടലുകൾക്ക് ബില്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, സൂപ്പർ മാർക്കറ്റുകൾ ഉപയോഗിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമുക്ക് എറണാകുളം മോട്ടോഴ്സിലേക്ക് കസ്റ്റമറെ ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടി ഒരുപാട് ക്വാണ്ടിറ്റി 40-50 പീസൊക്കെ വെച്ചിട്ടാണ്. ഇപ്പോൾ സ്കൂളുകളിലേക്ക് 10, 15, 20 പീസ് വെച്ചിട്ടാണ് സ്കൂളിലേക്ക് ഈ ടാബ് ഉപയോഗിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ക്വാണ്ടിറ്റി കാണുന്നതൊക്കെയും ബൈജൂസിന്റെ ടാബുകളാണ്. നമ്മൾ 500 പീസ് 1000 പീസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. നമുക്ക് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് നമ്മൾ ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളിത് നിങ്ങളെ വീട്ടിലേക്ക് അയച്ചു തരും. 5,900 ആണ് വരുന്നത്. ഇത്രയും ബിൽഡ് ക്വാളിറ്റി. ഇനി ഇപ്പോൾ ഇതിന്റെ കൂടെ കീബോർഡ്, മൗസ് ആവശ്യമുണ്ടെങ്കിൽ 1000 രൂപ അഡീഷണൽ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു ഫുൾ സെറ്റ് ആയിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇതിനൊരു പെന്നിന്റെ ഉപയോഗമുണ്ട്. ഈ വരയ്ക്കാനൊക്കെ കഴിവുള്ള കുട്ടികൾക്ക് ഇതിൽ വേർഡ്, പെയിന്റ്, എക്സൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതിന് കൂടെ തന്നെ ഇത് പെന്നായിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഈ പെന്നിന് വരുന്ന പ്രൈസ് 1,500 രൂപയാണ്. 2,900 ആണ് ഓൺലൈൻ വരുന്ന റേറ്റ്. നമ്മുടെ റേറ്റ് 1,500 രൂപ. കീബോർഡ്, മൗസ് 1000 രൂപ. അപ്പോൾ എന്തുകൊണ്ട് ഒരു വീട്ടിലേക്ക് ഒരു 100% ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് ഒരു രക്ഷിതാവ് ഒരു കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും ഈ ഒരു ബൈജൂസിന്റെ ടാബ്. ഈ കാണുന്ന എല്ലാം ടാബാണോ ബ്രോ? ഈ കാണുന്ന ടാബുകളാണ്. അതിൽ തന്നെ ഇപ്പോൾ സാംസങ്ങിന്റെ ടി മൊബൈൽ ജപ്പാൻ എഡിഷൻ ടാബാണിത്.
AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്ന 2 സിമ്മും ഇടാം, 2 ക്യാമറയുള്ള 5G ടാബ്. ഇന്ത്യൻ പ്രൈസ് 45,000 രൂപ റേഞ്ച് വരുന്നുണ്ട് പുതിയ റേറ്റ്. ജപ്പാൻ പീസാണിത്. ഇത് നമ്മൾ മൊബിക്കോൻ്റെ പ്രൈസ് എത്രയാണെന്ന് അറിയാം? വെറും 13,000 രൂപ. 13,000. മൂന്നിലൊന്ന് പ്രൈസ് പോലും വരുന്നില്ല. അത്രയും പ്രൈസ് കുറച്ചിട്ടാണ് ഈ ടാബിലൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. ഇനി അതുപോലെ തന്നെ ലെനോവൻ്റെ ഒക്കെ പ്രീമിയം ടാബ്. ഇതും ജപ്പാൻ എഡിഷനാണ്, ഇന്ത്യയിൽ ഇറങ്ങാത്ത മോഡലാണ്. സിമ്മിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിന് വരുന്ന പ്രൈസ് 26 രൂപയാണ്. മൊബിക്കോൻ്റെ പ്രൈസ് 12,000 രൂപ. ഇത്രയും പ്രൈസ് കുറച്ചിട്ടാണ് ടാബിലൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഈ കാണുന്ന എല്ലാം തന്നെ പല ബ്രാൻഡിന്റെ ടാബുകൾ വരുന്നുണ്ട്. ഓക്കെ. ഇനി ഇതിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിലും ഒരുപാട് ടാബ് ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. എല്ലാം ടാബുകളല്ലേ? അതെ. ഇനി ഇവിടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഐപാഡ് വേണ്ടിയെടുക്കുക. 14,500, 19,500, 17,500, 8,500 വരെ ആപ്പിളിൻ്റെ ഐപാഡുകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇനി അതേപോലെ സാംസങ്ങിൻ്റെ S സീരീസ് ടാബ് ആണെങ്കിൽ അതുണ്ട്, A സീരീസ് ടാബ് ആണെങ്കിൽ അതുണ്ട്. ഇനി സാംസങ് ഏറ്റവും പ്രൈസ് കുറച്ചിട്ട് 5,500 ടാബ് ആണെങ്കിൽ അതും നമ്മുടെ അടുത്തുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊക്കെ ഒരു 9 രൂപ റേഞ്ചിൽ അതും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എവിടെ നമ്മൾ വീട്ടിലെത്തി ഡെലിവറി ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഐപാഡ് അവിടെ ഒരുപാട് മോഡൽസ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ 35 രൂപയാണ് പുതിയ റേറ്റ് വരുന്നത്. ഇതൊക്കെ എവിടെ ഒരു രൂപ പോലും ഓൺലൈനോ ഓഫ്ലൈനായിട്ടോ ഒരു ഓഫർ ഇല്ലാത്ത ടാബുകളാണ്. ഫ്രഷ് 1 ഇയർ വാറണ്ടി നമുക്ക് 30,000 രൂപ. അതായത് ഇതിൻ്റെ മുകളിലും 5,000 രൂപ കുറച്ചിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. ഒരു പാഡ് വേണമെങ്കിൽ ഷിയോമിൻ്റെ പാഡ് സീരീസ് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള പാഡിൽ വേണമെങ്കിൽ നമുക്ക് പ്രീമിയത്തിൻ്റെ അവസാനത്തെ വാക്ക് എന്നൊക്കെ പറയാൻ പറ്റും. ഷിയോമിൻ്റെ പാഡ് നല്ല ക്വാളിറ്റിയുള്ള സ്ലിമ്മായിട്ടുള്ള അടിപൊളി പാഡ്. ഇത് സ്നാപ്ഡ്രാഗൺ 870 പ്രൊസസ്സർ വരുന്നുണ്ട്. അതേപോലെ തന്നെ 8840 mAh ബാറ്ററി വരുന്നുണ്ട്. സ്റ്റീരിയോ സൗണ്ട് സിസ്റ്റം, AMOLED ഡിസ്പ്ലേ. ഇത്രയും സ്ലിമ്മായ ഒരു സാധനം. 27,500 ഇതിൻ്റെ പുതിയ പ്രൈസ് വരുന്നത്. നമ്മളെ മൊബിക്കോയിൽ ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് 17,500. 17 രൂപയ്ക്കല്ലേ? 17,500, അതായത് 10,000 രൂപ വില കുറച്ചിട്ടാണ് ഈ പാഡിലൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഓക്കെ. ഇനി അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ പാഡ് 7, ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ പാഡ് 7 32,500 പുതിയ പ്രൈസ് വരുന്നത്. നമ്മൾ ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് 22,500. 10 രൂപ 10,000 രൂപ ഇതിൻ്റെ മുകളിൽ കുറഞ്ഞു. ഇതൊക്കെ 1-2 മോഡലിലൂടെ ഒരുപാട് എണ്ണ സ്റ്റോക്ക് ഉണ്ട്. ഇനി അത് 6GB 128 വരുന്നത്. ഇത് 8GB 256 ആണ് വരുന്നത്. അത് 6GB 128 ആണത് 15,500. ഇത് 17,500. ഇനി നമുക്ക് ഐഫോണിലേക്ക് നോക്കുകയാണെങ്കിൽ ഐഫോണിൻ്റെ എല്ലാ മോഡലും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഐഫോൺ ഇപ്പോൾ ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യുന്നത് iPhone 13 ആണ്. ഫ്രഷ് 1 ഇയർ വാറണ്ടിയിൽ എല്ലായിടത്തും വിൽക്കുന്ന പ്രൈസ് 46,500. മൊബിക്കോൻ്റെ പ്രൈസ് വരുന്നത് 38,000. 38 രൂപയ്ക്ക് iPhone 13 ഫ്രഷ്. ഇനി യൂസ്ഡ് വേറെ കിടക്കുന്നുണ്ടോ? ഇനി അതേപോലെ തന്നെ 14 55,000 രൂപയാണ് പുതിയ റേറ്റ് വരുന്നത്. നമ്മുടെ റേറ്റ് 45,000. 10,000 രൂപ കുറച്ചിട്ടാണ് iPhone 15 കൊടുക്കുന്നത്. 15ലേക്ക് പോവുകയാണെങ്കിൽ 15 പുതിയ റേറ്റ് 60,000 രൂപ. അതുകൊണ്ട് ജസ്റ്റ് സീൽ കട്ട് ചെയ്തിട്ടുണ്ട്, പൊട്ടിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. പൊട്ടിച്ചിട്ട് ഇങ്ങനെ തരാൻ പോകുന്ന റേറ്റ് 48,000. അതായത് പുതിയതായിട്ട് 12,000 രൂപ കുറച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ തരാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകൾക്കും കൊടുള്ളി മൊബൈലുകൾക്ക് വന്നിക്കുകയാണെങ്കിൽ മുതലാവില്ലേ ഐഫോണൊക്കെ എടുക്കുന്ന കസ്റ്റമർക്ക്. ഇനി 16 നോക്കുകയാണെങ്കിലുണ്ട്. 16 വരുന്നത് 70,000 രൂപയാണ് പുതിയ റേറ്റ് വരുന്നത്. നമ്മൾ നോക്കണം 58-ന് 12,000 രൂപ. നമ്മളെല്ലാവരും ഓൺലൈനൊക്കെ ഓഫറിന് കാത്തിക്കലുണ്ട്, ബിഗ് മില്യൺ സെയിലൊക്കെ. എന്നിട്ട് രാത്രി 12 വരെ കാത്തു നിൽക്കുകയാണെങ്കിൽ 5,000, 6,000 അല്ലെ 10,000 വരെ മാക്സിമം ഓഫർ ഇട്ടുക. 12,000 രൂപ കുറച്ചിട്ടാണ് ഫുൾ ടൈം ഓഫറിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇതേപോലെ തന്നെ 17 ആണെങ്കിൽ 17 ഉണ്ട്. 17 വരുന്ന പ്രൈസ് 77. 17 ശരിക്കും മാർക്കറ്റിൽ ഇപ്പൊ കിട്ടാനില്ല, നല്ല ഡിമാൻഡാണ്. ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കി പ്രോ അടിച്ചു നോക്കി, പ്രോ വേരിയന്റ് ഇപ്പൊ സ്റ്റോക്ക് ഇല്ല. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഇപ്പൊ ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 135 പുതിയ വരുന്ന റേറ്റ്. മൊബിക്കോന്റെ റേറ്റ് 113. അപ്പൊ ഇത്രയും പ്രൈസ് കുറച്ചിട്ടാണ് നമ്മൾ ഐഫോൺസ് ഒക്കെ ഇവിടെ കൊടുക്കാൻ പറ്റുന്നത്. ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഫ്രഷ് ആണ് കാണിച്ചു തന്നത്. ഇനി ലൈറ്റ് യൂസ്ഡുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 3 കണ്ണുള്ള പ്രോ സീരീസുകൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. 16 Pro, 16 Pro Max, 15 Pro, 14 Pro, 14 Pro Max, 13 Pro എന്ന് പറഞ്ഞിട്ട് പ്രോ സീരീസ് എല്ലാ മോഡലും നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. എല്ലാത്തിനും പ്രോ സീരീസും നോർമൽ എല്ലാം ഉണ്ടല്ലേ? ഉണ്ട്. ഇതൊക്കെ ഇനി കമ്പനി വാറണ്ടി ബാക്കി ഇല്ലാത്താണെങ്കിലൊക്കെ നമ്മൾ 6 മാസത്തെ വാറണ്ടിയിലാണ് മൊബൈൽ കൊടുക്കുന്നത്, ഈ ഫോണൊക്കെ കൊടുക്കുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ 100% നീറ്റുള്ള, ഒരു പൊടി സ്ക്രാച്ച് ഇല്ലാത്ത ഫ്രഷ് ഏത് കണ്ടീഷനാണോ അതേ കണ്ടീഷനായിരിക്കും നമ്മുടെ അടുത്ത് ഉണ്ടാകുന്ന കണ്ടീഷൻ. ഒരു പൊടി സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഏത് മോഡൽ നോക്കുകയാണെങ്കിലും
12 Pro 11 Pro 13 Pro പറഞ്ഞിട്ട് എല്ലാ മോഡൽ സീരീസും നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ 15+, 14+, 16+ എന്ന് പറഞ്ഞിട്ട് എല്ലാ പ്ലസ് സീരീസും 13, 14 ഇതൊക്കെ യൂസ്ഡിൽ വരുന്ന കാറ്റഗറിപ്പെട്ടതാണ്. ഇതൊക്കെ കമ്പനി വാറണ്ടി ബാക്കിയില്ലെങ്കിൽ 6 മാസം നമ്മളെ വാറണ്ടിയിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. മൊബിക്കോടെ വാറണ്ടിയിലല്ലേ? അതെ, നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഫോണുകളുണ്ട്. ഇതൊക്കെ നല്ല ഡിമാൻഡുള്ള വലുപ്പം കൊണ്ട് ആൾക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് iPhone 13 mini. ഒരു കുഞ്ഞു ഫോണാണ്. ഐഫോണിൽ മിനി സീരീസിൽ ഏറ്റവും ചെറിയ മോഡൽ. ഒരുപാട് പീസ് ക്വാണ്ടിറ്റി നമ്മളടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഒരു 10-15 പീസ് ഇപ്പോൾ നമ്മളടുത്ത് പല കളറിലുണ്ടല്ലേ? എല്ലാ കളറിലും ഉണ്ട്. ഇത് 100 ബാറ്ററി ഹെൽത്ത് ഉണ്ടാവും. നോൺ ആക്റ്റീവ് ആയിട്ട് വരുന്ന ഫോണാണ്. ഓക്കെ. നമ്മളിപ്പോൾ കൊടുക്കുന്ന പ്രൈസ് 26,500. 13 മിനി ആരും യൂസ് ചെയ്യാത്ത ഫ്രഷ് 13 മിനി ഇപ്പോൾ കൊടുക്കുന്നത് 26,500. അടിപൊളി പ്രൈസുമാണ്. നല്ല കുഞ്ഞൻ ഫോണാണ്. അപ്പോൾ ഐഫോണിൽ നിങ്ങൾക്ക് ഏതൊക്കെ മോഡൽസ് വേണോ അതൊക്കെ കൂടുതൽ മൊബിക്കോയിൽ വന്നിക്കുകയാണെങ്കിൽ ഫ്രഷും ജസ്റ്റ് ബോക്സ് ഓപ്പണും കമ്പനി വാറണ്ടി ഉള്ളതും വാറണ്ടി ഇല്ലാത്തതും നമ്മളെ വാറണ്ടിയിലും. ഇനി ഇതിനൊക്കെ ഫിനാൻസ് വേണം. നിങ്ങളുടെ സിബിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ 100% ഫിനാൻസ് നമ്മൾ ഇതിനൊക്കെ ചെയ്തു തരും. അപ്പോൾ നമുക്ക് 100% വിശ്വസിച്ചിട്ട് ഒരു ഫോൺ വാങ്ങണമെങ്കിൽ നമ്മൾ കൊടുവള്ളി മൊബിക്കോയിൽ കൊണ്ടുപോകുന്നത്. മൊബിക്കോൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി എത്തിയിട്ട് താഴെ കൊടുവള്ളി സിറാജ് ബൈപ്പാസ് തുടങ്ങിയെടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ മൊബിക്കോൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പ് കയറിയിട്ട് ജസ്റ്റ് മൊബിക്കോ കൊടുവള്ളി എന്ന് അടിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നേരെ ഇതിൻ്റെ മുറ്റത്തങ്ങ് എത്തിക്കോളും. വിളിച്ചിട്ട് കിട്ടാത്ത പരാതി നമുക്ക് കുറേ പൊതുവേ ഉണ്ട്. അപ്പോൾ ഒരുപാട് കോൾ വരുന്നതും കൊണ്ടാണ് വിളിച്ചിട്ട് കിട്ടാത്തത്. കസ്റ്റമർ കെയർ അടുത്ത് സെറ്റായി കഴിഞ്ഞാൽ ആ പരാതിയൊക്കെ നമ്മൾ തീർക്കും. അതുപോലെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ എന്തായാലും റീപ്ലൈ കിട്ടും. ഇനി അതുപോലെ തന്നെ നമ്മളെ ഗിഫ്റ്റിൻ്റെ കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവണ് പർച്ചേസ് ചെയ്യുന്നത്. അതായത് കേരളത്തിൽ എന്ത് ഓഫറുകൾ വരികയാണെങ്കിലും അത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളെ കൊടുവള്ളി മൊബിക്കോയിലായിരിക്കും. ഏതാണ്ട് ഒരു മാസമായി ഇവിടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഷുവറായിട്ട് 1 അല്ല 2 അല്ല 3 ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇനി ഗിഫ്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. 1000 രൂപയുടെ മുകളിൽ വില വരുന്ന ഗിഫ്റ്റാണ് നിങ്ങൾക്ക് തരുന്നത്. ഇനി ഈ ഗിഫ്റ്റ് നിങ്ങൾക്ക് മോശമായിട്ട് തോന്നുകയാണെങ്കിൽ കൊണ്ടുവന്ന് ഈ ഗ്ലാസ്സിലിട്ട് നിങ്ങൾക്ക് എറിഞ്ഞു പൊട്ടിക്കുക. ഞാൻ ഇത് പറയൽ തുടങ്ങിയിട്ട് 5 മാസത്തോളം ഞാനിത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ് കൂടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഗിഫ്റ്റിനും നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിന് 100% നമ്മൾ ക്വാളിറ്റിയിൽ കൊടുക്കും. അതേപോലെ തന്നെ നമ്മൾ ഗിഫ്റ്റും അത് നമുക്ക് 100% ഉറപ്പുണ്ട്. അത്രയും നല്ല ഗിഫ്റ്റാണ് നമ്മൾ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ നമുക്കൊരു എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് എടുക്കുന്നുണ്ട്. അതായത് നമ്മളെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ പ്രമാണിച്ച് ജനുവരി 10 വരെ ഇവൺ ഒരു പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കൂപ്പൺ കിട്ടും. ആ കൂപ്പൺ നമ്മളൊരു ഭാഗ്യശാലിനെ തിരഞ്ഞെടുത്തിട്ട് ഒരു പുതുപുത്തൻ ഹോണ്ട ആക്റ്റീവ ബൈക്ക് 1ാം സമ്മാനമായിട്ട് നമ്മളിത് നമ്മളെ കസ്റ്റമർ കൊടുക്കുന്നുണ്ട്. ഇത് വേറെ കമ്പനികളൊന്നും കൊടുക്കുന്നതല്ല. മൊബിക്കോ കൊടുവള്ളി നമ്മൾ കൊടുക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി കൊടുക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലി. അത് ഏത് ജില്ലയിൽ നിന്നോ അല്ലേ? അതെ, കേരളത്തിൽ നിന്നാവാം, കേരളത്തിന് പുറത്തുനിന്നാവാം. ചിലപ്പോൾ ആ ഭാഗ്യശാലി ഈ വീഡിയോ കാണും നിങ്ങളും ആവാം. ഓക്കെ, ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ കൂപ്പൺ കിട്ടും. കൂപ്പണിന്റെ കൂടെ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായിട്ട് ജനുവരി 10 നമ്മൾ നറുക്കെടുപ്പ് എടുക്കും. അതിന് നമ്മൾ ഈ ഹോണ്ടാക്റ്റീവ് ബൈക്ക് 1ാം സമ്മാനമായിട്ട് കൊടുക്കും. ഈ 2ാം സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു സ്മാർട്ട് ഫോണാണ്. ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ കൊടുക്കും. 3ാം സമ്മാനം 10 പേർക്ക് കൈ നിറയെ, അവർക്ക് എടുത്താൽ പൊന്താത്ത അത്ര രീതിയിൽ 10 പേർക്ക് കൈ നിറയെ സമ്മാനം 3ാം സമ്മാനമായിട്ട് അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളുടെ പ്രേക്ഷകർക്കും ഉണ്ട് സമ്മാനമുണ്ട്. മൊബിക്കോ കൊടുക്കുന്ന സമ്മാനം അത് 1ഉം 2ഉം 10ഉം പേർക്കല്ല ഉള്ളത്. 14 പേർക്കാണ് മൊബിക്കോ നമ്മുടെ സമ്മാനം. അതായത് ഏത് ജില്ലയിൽ 14 ജില്ലക്കാർക്ക് സമ്മാനം കൊടുക്കുന്നത്. അതായത് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് കമന്റും ചെയ്യുക. കമന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ജില്ല കൂട്ടിയിട്ട് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ 14 ജില്ലയിൽ നിന്ന് ഓരോരുത്തരെ തിരഞ്ഞെടുത്തിട്ട് ഈ ഒരു അടിപൊളി ഗിഫ്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ അയച്ചു തരുന്നുണ്ട്. അത് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് വീഡിയോ ഒന്ന് കാണുക, ഒന്ന് ഷെയർ ചെയ്യുക, ജില്ല കൂട്ടിയിട്ട് ഒന്ന് കമന്റ് ചെയ്യുക. കേരളത്തിലെ എല്ലാ ജില്ലകൾക്കും മൊബിക്കോന്റെ ഗിഫ്റ്റ് എത്തണം.